സർ, 3 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ നെൽകർഷകരുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥയ്ക്ക് പരിഹാരം തേടിയാണ് ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. സർ, കേരളത്തിലെ ഭൂരിപക്ഷം നെൽകർഷകരും സർക്കാരിൻ്റെ നെല്ല് സംഭരണ സംവിധാനത്തെ ആശ്രയിക്കുന്നവരാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലുവില ലഭ്യമാക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ് എന്നതാണ്. അതുപോലെ തന്നെ സംഭരിക്കുന്ന നെല്ലിൻ്റെ വില സമയബന്ധിതമായി കർഷകർക്ക് നൽകുന്നതിലും കേരളത്തിലെ LDF സർക്കാരുകൾ മാതൃകാപരമായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ കുറച്ചു കാലമായി നെല്ലുവില കർഷകർക്ക് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന കാര്യം ഈ സഭയിൽ പലതവണ ഞാൻ തന്നെ ഉന്നയിച്ചിരുന്നു. സർ, ഇതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടും അതുപോലെ തന്നെ രാജ്യത്തിലെ കർഷകരോടും എടുക്കുന്ന ധിക്കാരം നിറഞ്ഞ അവഗണനയാണ് എന്നത് എല്ലാവർക്കും അറിയാം. സർ, കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ 12 സീസണിലെ നെല്ല് വില ഇനത്തിൽ 615 കോടി രൂപ കേന്ദ്രം ഇനിയും നൽകിയിട്ടില്ല. അതിൽ 2017-18 6.37 കോടി രൂപ മുതൽ 2022-23 351.22 കോടിയും കുടിശ്ശിക വെച്ച ഒരു സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇതിനെതിരെ ശബ്ദിക്കാൻ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന UDFൻ്റെ 18 MPമാരും നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നതും കേരളത്തിലെ നെൽകർഷകരുടെ ഈ ദുരിതത്തിന് ഒരു കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർ, ജന്മിത്വകാലത്ത് കുടിയാൻ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം കവർന്നെടുത്ത് തനിക്ക് തോന്നുമ്പോൾ ദാനം നൽകുന്നത് പോലെ കൂലി കൊടുക്കുന്ന ജന്മിത്വത്തിൻ്റെ അധമ സംസ്കാരമാണ് കേന്ദ്ര സർക്കാർ നെൽകർഷകരോട് തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമേ നെൽകർഷകർക്ക് ആശ്രയിക്കാൻ കഴിയൂ. കേന്ദ്ര സർക്കാർ പണം തരാതിരിക്കുമ്പോഴും ബാങ്കുകളിൽ നിന്നും കടം വാങ്ങി കർഷകർക്ക് നെല്ലുവിലയും ഇൻസെൻറ്റീവും നൽകുന്ന നാടാണ് LDF ഭരിക്കുന്ന കേരളം. സർ, കേന്ദ്രം നെല്ലുവിലയായി നൽകുന്ന 21 രൂപയിൽ നിന്നും സംഭരണ ചെലവുകൾ കഴിച്ച് ബാക്കി തുക കർഷകർക്ക് നൽകുന്ന ഒരു സംസ്കാരമാണ് മറ്റുതര സംസ്ഥാനങ്ങൾ തുടരുന്നത്. എന്നാൽ കേരളത്തിൽ കേന്ദ്രം നൽകുന്ന തുക കൂടാതെ പ്രത്യേക ധനസഹായം കൂടി ചേർത്ത് 1 കിലോ നെല്ലിന് 28.20 രൂപയും കയറ്റുകൂലിയിലെ ഒരു വിഹിതവും ചാക്കിൻ്റെ തുകയും സംഭരണം വീടുകളിൽ ചെന്ന് നടത്തുന്നതിനാവശ്യമായി വരുന്ന എല്ലാ അധിക സാമ്പത്തിക ബാധ്യതയും ഈ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ഈ പൊതുവായ നന്മകൾ, ഈ സർക്കാരിൻ്റെ ഈ പൊതു നന്മകൾ എല്ലാം തകർക്കുന്ന നിലയിൽ സംഭരണ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാവാതെ സ്വകാര്യ മില്ലുകാർ മാറി നിൽക്കുന്ന സാഹചര്യം നമ്മളെ ബാധിക്കുക. അതുപോലെ തന്നെ സപ്ലൈകോ വായ്പയെടുത്ത പൊതുമേഖലാ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ നിലപാടെന്താ? ആവശ്യത്തിന് ജീവനക്കാരും ബ്രാഞ്ചുകളും ഒന്നുമില്ലാത്ത ഇത്തരം ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തതിൻ്റെ ഫലമായി അവരിപ്പോൾ എടുക്കുന്ന സമീപനം കർഷക വിരുദ്ധമായ സമീപനമാണ്. അത് നമ്മളെ ബാധിക്കുക. കഴിഞ്ഞ 1-ാം വിളക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തു എന്ന് പറയുന്ന മുഴുവൻ തുകയും പല കർഷകർക്കും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അത് ബാങ്കുകളുടെ ചില സാങ്കേതിക നിലപാടുകൾ മൂലം ഉണ്ടാകുന്നതാണ്. 2-ാം വിള കൊയ്ത്താരംഭിച്ച് 1 മാസം പിന്നിട്ട ഈ സമയത്തും കർഷകരുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. സംഭരണത്തിന് രജിസ്ട്രേഷൻ നടത്തിയ കർഷകർ പലരും കിട്ടിയ വിലയ്ക്ക് സ്വകാര്യ ഏജന്റുമാർക്ക് നെല്ല് കൊടുക്കുന്ന പ്രവണത കൂടി വരികയാണ്. വിളയിറക്കാൻ കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ പോലും തുക വിറ്റാൽ കിട്ടില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ നെൽകർഷകർ അനുഭവിക്കുന്നത്. മുൻകാലത്ത് എങ്ങനെയായിരുന്നു? കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മുഖാന്തരം കർഷകർക്ക് നെല്ലുവില നൽകിയപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു കർഷകന് പോലും പരാതി ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സഹകരണ സംഘങ്ങൾ, ഗ്രാമങ്ങളിലാകെ പടർന്നു പന്തലിച്ച സഹകരണ സംഘങ്ങൾ, അവരുടെ സഹകരണ ധനകാര്യ ശൃംഖല സപ്ലൈകോയുമായി കൈകോർത്ത് നടത്തിയ ആ പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്ന് ഈ കാര്യത്തിൽ ഞാൻ ഓർക്കുക. നെൽകർഷകരെ എപ്പോഴും സഹായിച്ചത് LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന നെൽകർഷകരും ഇടതുപക്ഷ മനസ്സുമായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി നെൽകർഷകരിൽ സങ്കടവും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. അടിയന്തരമായി നെല്ല് സംഭരണത്തിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഊർജിതമായി നടന്നു വരികയാണ്. ഈ സീസണിൽ ഇതുവരെ 1-ാം വിളയിൽ 55,793 കർഷകരിൽ നിന്നായി 1,358,000 മെട്രിക് ടണ്ണും 2-ം വിളയിൽ 429 കർഷകരിൽ നിന്നായി 3,850 മെട്രിക് ടണ്ണും നെല്ല് സംഭരിച്ചിട്ടുണ്ട്. സംഭരണ വിലയായി 39,666 കർഷകർക്കായി 294.48 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയ്ക്ക് അടിസ്ഥാന താങ്ങുവില MSP ഉൾപ്പെടെയുള്ള നെല്ല് സംഭരണ ചെലവുകളുടെ ഇനത്തിൽ
2017-18 മുതൽ 2022-23 വരെ 614.98 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന പ്രോത്സാഹന ബോണസ് SIB ഇനത്തിൽ 326 കോടി രൂപ കുടിശ്ശികയുണ്ട്. 2018-19 മുതൽ 2022-23 വരെ ഔട്ട് ആൻഡ് റേഷ്യോ ഇനത്തിൽ 286.96 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുവാനുണ്ട്. ഈ തരത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ വിവിധ കാരണങ്ങളാൽ വൈകുന്നതിനാലും തുക തികയാതെ വരുന്നത് മൂലവും സമയബന്ധിതമായി നെൽ സംഭരണത്തിൻ്റെ തുക കർഷകർക്ക് നൽകുവാൻ നോഡൽ ഏജൻസിയായ സപ്ലൈകോയ്ക്ക് സാധിക്കാതെ വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും കർഷകർക്ക് നൽകുവാൻ ആവശ്യമുള്ള മുഴുവൻ തുകയും സമയബന്ധിതമായി ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ചില ബാങ്കുകളുമായി സപ്ലൈകോ PRS വായ്പയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. വായ്പ കർഷകരുടെ പേരിലാണെങ്കിലും അതിൻ്റെ പലിശ അടക്കമുള്ള തിരിച്ചടവ് സപ്ലൈകോയാണ് നടത്തുന്നത്. കൂടാതെ നെല്ല് സംഭരണം വേഗത്തിലാക്കുന്നതിന് ബയോമെട്രിക് പ്രൊക്യൂർമെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുവാൻ വേണ്ട നടപടികൾ സപ്ലൈകോ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതോടെ സംഭരണ നടപടികൾ കൂടുതൽ കുറ്റമറ്റതാകുന്നതോടൊപ്പം വേഗത്തിൽ കർഷകർ നെല്ലിൻ്റെ വില നൽകുവാനും സാധിക്കുന്നതാണ്. നിലവിൽ വ്യക്തികൾ 5 ഏക്കർ വരെയും ഗ്രൂപ്പുകൾ 25 ഏക്കർ വരെയും സ്ഥലത്ത് കൃഷി ചെയ്യുന്ന നെല്ലിന് മാത്രമാണ് സംസ്ഥാന പ്രോത്സാഹന ബോണസ് SIB നൽകി വരുന്നത്. പൊതുവിൽ സംസ്ഥാനത്ത് 5 ഏക്കർ വരെ കൃഷി ചെയ്യുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമാണ് വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്. ഇതേ രീതി തന്നെയാണ് സംസ്ഥാന പ്രോത്സാഹന ബോണസിൻ്റെ കാര്യത്തിലും നിലവിൽ അവലംബിച്ചു പോരുന്നത്. 5 ഏക്കർ പരിധി ബാധകമാകാതെ SIB അനുവദിക്കുന്ന കാര്യം കൃഷി വകുപ്പുകളുമായി കൂടിയാലോചിച്ച് നടപ്പിൽ വരുത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്. ചോദ്യം സർ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നല്ല സഹായം ലഭ്യമായതുകൊണ്ട് നെൽകർഷക മേഖലയിൽ ഉണർവുണ്ടായിട്ടുണ്ട്. പൊതുവായിട്ട് ഉൽപ്പാദനക്ഷമതയും വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് 2200 കിലോഗ്രാം നെല്ല് മാത്രമാണ് സംഭരിക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് സംഭരണത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 2200 അല്ല 3000 കിലോഗ്രാം വരെ 1 ഏക്കറിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു പ്രയാസവും ഇപ്പോൾ പാലക്കാട് പോലുള്ള ജില്ലകളിൽ ആലത്തൂർ താലൂക്കിലൊന്നും ഒരു പ്രയാസവുമില്ലാത്ത ഈ കാലത്ത് ഏക്കറിന് 2200 കിലോഗ്രാം എന്ന പരിധി മാറ്റി നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നാണ് ചോദ്യം. ഉൽപ്പാദനക്ഷമതയുടെ പേരിൽ കർഷകൻ്റെ നെല്ലളക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലും ഇതുപോലുള്ള പ്രശ്നം വന്നപ്പോൾ കൃഷി ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് വാങ്ങി മുഴുവൻ കർഷകരുടെയും നെല്ലെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അതിനാവശ്യമായ വർധനവ് വരുത്തുന്നതാണെന്നുള്ള കാര്യം സഭയെ അറിയിക്കുക.